ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? സഖാവ് പിണറായി വിജയൻ CPM ഇസ്രായേലിനെ എതിർക്കും, അതിശക്തമായി എതിർക്കും. കാര്യം എന്ത്? കേരളത്തിൽ ഒരൊറ്റ ജൂതനും വോട്ട് ചെയ്യാനില്ല. പക്ഷേ പിണറായി വിജയൻ വെള്ളാപ്പള്ളിനെ എതിർക്കൂല, കാരണം ഇവിടെ വോട്ട് പോയി പോകും. PC ജോർജിനെ എതിർക്കൂല, കാര്യം എന്ത്? ഇവിടെ വോട്ട് പോയി പോകും. ഈ സമീപനം ആർക്കും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ചെലവുമില്ലാത്ത സദ്ദാം ഹുസൈന് പിന്തുണ കൊടുക്കും. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വന്നാൽ സംവരണം മറ്റെന്തെങ്കിലും കാര്യം അത് നിൽക്കൂല. നിങ്ങൾ ഒരു മുടക്കുമില്ലാത്ത വൈകാരികതയെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ്. ഇസ്രായേലിനെ നിങ്ങൾക്ക് ശക്തമായിട്ട് എതിർക്കാൻ, ജൂതന്മാരുടെ വോട്ടും കിട്ടാൻ പോണില്ല, ഇവിടെ ഒരു പ്രശ്നം കിട്ടാനില്ല, ഉള്ള വോട്ട് മുസ്ലിങ്ങൾക്കാണ്, അത് അടിച്ചു മാറ്റാൻ ഇതൊക്കെ പറ്റുമോ എന്നാലോചിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. PC ജോർജിന്റെ അറസ്റ്റ് പോകട്ടെ, വെള്ളാപ്പള്ളിയുടെ പേരിലെ കേസൊക്കെ പോകട്ടെ, കേസൊന്നും നിങ്ങൾ എടുക്കണ്ട. വെള്ളാപ്പള്ളി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോ? എന്താ പറഞ്ഞെന്നറിയാം? നിങ്ങൾ മെനഞ്ഞാൻ ഈ വൃത്തികേട് മുഴുവൻ അയാൾ പുലമ്പിയിട്ട് അയാൾ പറയുന്നൊരു കാര്യം എന്താ അറിയോ? ഞാൻ അധികം പറയണില്ല, VS അച്യുതാനന്ദൻ പറഞ്ഞ അത്ര ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അതിനേക്കാൾ വലിയൊരു തോന്നിയാസം വേറെ പറയാനുണ്ടോ? VS പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ സഖാക്കളെ, നിങ്ങൾ നെഞ്ചത്തു കൈവച്ചാലോചിക്ക്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 5-10 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വഴിവെട്ടുകയാണ്. ആർക്ക്? സംഘപരിവാറിന്, BJPക്ക്, ഏതുപോലെ? ലവ് ജിഹാദ് പോലെ, ഒരുപാട് പ്രശ്നങ്ങളെ പോലെ നിങ്ങൾ വഴിവെട്ടുകയാണ്. മലപ്പുറത്ത് സുജിത്ത് എന്ന് പറയുന്ന ഒരു ഓഫീസറെ കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ DGP ആക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്ന അജിത്തിനെ ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കണക്കുകൾ വെച്ച് ഇതേ സഖാവ് പിണറായി വിജയൻ ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനവും അഭിമുഖവും കൊടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞു ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. സഖാവ് പിണറായി വിജയ, ഡൽഹിയിൽ പോയി നിങ്ങൾ പറഞ്ഞതിന്റെ കുറെ കൂടെ ഒരു വെള്ളാപ്പള്ളി വെർഷനാണ് വെള്ളാപ്പള്ളി മലപ്പുറത്ത് വന്ന് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാ വെള്ളാപ്പള്ളി എതിർക്കുക? അതിൽ മോശമായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ മോശമായ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെട്ടിയ വടിയിലാണ് വെള്ളാപ്പള്ളി നടക്കുന്നത്. വിജയരാഘവൻ പറഞ്ഞ വടിയിലാണ് വെള്ളാപ്പള്ളി പറയുന്നത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മറ്റൊരു ഭാഷ്യമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. AK ബാലൻ പറയുന്നതിന്റെ മറ്റൊരു ഭാഷ്യമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇത് നിങ്ങൾ വെട്ടിയ വടിയിലാണ് വെള്ളാപ്പള്ളിയുടെ നടത്തം. ഇതുപോലെയാണ് നിങ്ങൾ ലവ് ജിഹാദ് പറഞ്ഞത്, ഇതുപോലെയാണ് നിങ്ങളുടെ സമുദായത്തെ മാറ്റി ആക്രമിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് MV ഗോവിന്ദനോട് പത്രക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? ഗോവിന്ദൻ സഖാബിന്റെ ഒരു മര്യാദ നിങ്ങൾ കാണണം. ഗോവിന്ദൻ പറയും, അതൊന്നും പ്രതികരണം ആവശ്യമില്ല, വെള്ളാപ്പള്ളി പറഞ്ഞതല്ലേ. സഖാബ് ഗോവിന്ദ, CPM കുറിച്ചാണ് വെള്ളാപ്പള്ളി ഇതുപോലെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ നിസ്സാരമാക്കിയിടുവോ?